നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി കീഴടങ്ങി. എറണാകുളം ACJM കോടതിയിലാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 6 ദിവസമായി കേരള പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് ഇപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ എറണാകുളം ACJM കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച ശേഷം രക്ഷപ്പെട്ട ഇയാളെ അന്വേഷിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായി വലവരിച്ചിരിക്കുകയായിരുന്നു കേരള പോലീസ്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കോടതിയിൽ ഇയാൾ കീഴടങ്ങുമെന്ന സൂചനയുണ്ടായിരുന്നു. ആ സൂചന ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പൾസർ സുനി എറണാകുളം ACJM കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇയാളെ അന്വേഷിച്ച അന്വേഷണ സംഘം കോയമ്പത്തൂരിന് സമീപമാണ് ഉള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ കൊച്ചി നഗരത്തിൽ തന്നെ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം കുറെ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളും തെളിവുകളും അല്പസമയം മുമ്പ് മനോരമ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. നേരത്തെ തന്നെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കുറ്റകൃത്യത്തിന് ശേഷം അയാൾ എറണാകുളം നഗരപരിധിയിൽ ഉണ്ടായിരുന്നതായി പോലീസിന് തെളിവും കിട്ടിയിരുന്നു. ഇപ്പോൾ ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു പൾസർ സുനി. അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എറണാകുളം CJM കോടതിയിലാണ് പൾസർ സുനി അതീവ നാടകീയമായി എത്തി കീഴടങ്ങിയത്. ഇതിൽ ഏറ്റവും വലിയ പാളിച്ച പോലീസിന് പറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 6 ദിവസമായി സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച, കേരളത്തിലെ ആകെ മാനക്കേടായ സംഭവത്തിലെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും നാടകീയമായ സംഭവം. കോടതിക്ക് മുന്നിൽ കീഴടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എറണാകുളം CJM കോടതിയിൽ അല്പം മുമ്പാണ് അതീവ നാടകീയമായി ഇയാളെത്തി കീഴടങ്ങിയത്. ഏതായാലും ഈ കീഴടങ്ങലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം, അല്പനിമിഷങ്ങൾക്കകം നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് 6 ദിവസത്തോളം അന്വേഷിച്ച് നടന്നിട്ടും കണ്ടെത്താൻ കഴിയാത്ത വ്യക്തി എറണാകുളം നഗരത്തിൽ തന്നെ വന്ന് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ കഴിവുകേടാണ് അന്വേഷണ സംഘത്തിന്റെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഇയാളെ പോലെ ഒരു കൊടും ക്രിമിനൽ, ഇയാളുടെ ഒരു പശ്ചാത്തലം തന്നെ എല്ലാ തവണയും പോലീസിനെ വെട്ടിച്ച് കീഴടങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു. ഈ കേസിലും സമാനമായ രീതിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിശദാംശങ്ങൾ. അപ്പോഴും ഒരു ചെറിയ കാര്യത്തിൽ വ്യക്തതയുടെ ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ കോടതിയിൽ എത്തി കീഴടങ്ങാൻ പോലീസ് അനുവദിച്ചു, അല്ലെങ്കിൽ പോലീസ് പാർട്ടി അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അല്പം കൂടി ഒരു വ്യക്തത ഏതാനും നിമിഷങ്ങൾക്ക് നമുക്ക് കൈവരുത്താൻ സാധിക്കും. അങ്കമാലി കോടതിയിൽ ഇയാൾ കീഴടങ്ങുമെന്നൊരു പ്രതീക്ഷയായിരുന്നു പോലീസ് പ്രധാനമായിട്ടും വെച്ചു പുലർത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ആലുവ കോടതിയിൽ ഇയാൾ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ സാധ്യതകളൊക്കെ മറികടന്നുകൊണ്ട് എറണാകുളം നഗരത്തിലുള്ള ഏതാണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കോടതിയിൽ അയാൾ എത്തി കീഴടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരം. ഇനി കോടതി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, മറ്റൊരുപാട് സാങ്കേതികമായ ഘടകങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇത്തരം കടമ്പകളൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇനി ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ പോലീസിനെ ആകെ തലവേദന ഉണ്ടാക്കിയ, കേരളത്തിനാകെ മാനക്കേടായ ഒരു സംഭവത്തിലാണ് ഈ 6 ദിവസങ്ങൾക്ക് ശേഷം, ഒരാഴ്ച പിന്നിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ട് ഈ കേസിലെ മുഖ്യപ്രതിക്ക് ഇനി കോടതി നടപടികൾക്ക് വിധേയമായിട്ട് മാത്രമേ സുനിയെ കൂടുതലായി ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കോടതി അനുവദിക്കുന്ന അത്ര ദിവസം മാത്രമേ സുനിയെ പോലീസിന് കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുള്ളൂ. ആ തരത്തിലൊക്കെ ഇനി അന്വേഷണത്തിന് ആകെ, അതായത് പോലീസ് വിചാരിച്ച തരത്തിൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ വളരെ അറിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ പറ്റും, പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമായി തന്നെ ഈ സംഭവം മാറുകയാണ്. ആ തരത്തിലാണ് ഇപ്പോൾ സുനിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ശ്യാം, നാടൊട്ടുക്കുള്ള കോടതികളിൽ പോലീസിനെ മഫ്തിയിലും അല്ലാതെയും ഒക്കെ വിന്യസിച്ചിരുന്നു. അതിനുമപ്പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്കും ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നല്ലോ. ഇന്ന് രാവിലെ പോലും കോയമ്പത്തൂരിന്റെ സമീപം മധുക്കരയിൽ അന്വേഷണ സംഘം ഉണ്ട് എന്ന വിവരമായിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നത്. അതെ, അങ്ങനെയായിരുന്നു. നമുക്ക് ലഭിച്ച വിവരം അങ്ങനെ തന്നെ ആയിരുന്നു. മധുക്കരയിൽ ഉണ്ടായിരുന്നു അന്വേഷണ സംഘം എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അന്വേഷണ സംഘം ആ തരത്തിൽ തന്നെയാണ് നമ്മളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതും. പക്ഷെ അതിനൊക്കെ ആ കണക്കുകൂട്ടലുകളെ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നാടകീയമായ സംഭവം. ഇത്രയും സുപ്രധാനമായ ഒരു കേസായിരുന്നു, അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നു. ചലച്ചിത്ര മേഖലയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധവുമായി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു പ്രതിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. സ്വമേധയാ ഒരു പ്രതി കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ കേസിന്റെ ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കേസ് കോടതിയിലെത്തുമ്പോൾ ഈ കീഴടങ്ങൽ കൊണ്ട് തന്നെ പ്രതിക്ക് വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഒരു നിയമപരമായിട്ട് നമ്മൾ നോക്കും.